Assalamualaikum, welcome back. ഇന്ന് നമുക്ക് ഉപ്മാവൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. റവ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്ക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഇതാ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ അത്രയ്ക്കേ വേണ്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നോർമൽ റവ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെ മതി. പക്ഷെ അത്രയും കട്ടി വേണ്ട, കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഉപ്മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കയ്യിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നോർമലി ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇളക്കി എടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതായത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലൈറ്റായിട്ട് ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, ചെറിയ ചൂടുള്ളൂ കേട്ടോ. ആ ഒരു ചൂടിൽ തന്നെ നമുക്കിതൊന്ന് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ അതാ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടി പിടിക്കാതെ നല്ലോണം ബോൾസ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ട് വരാം. അപ്പൊ ഇതാ ഞാൻ എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കടുകിന് പകരം ഉള്ളി ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പൊ പിന്നെ ഞാനത് സൈഡിലേക്ക് ആക്കിയിട്ട് പിന്നെ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഉള്ളി ഇടാൻ നോക്കാം കേട്ടോ. ഇനി കടുകൊക്കെ ഒന്ന് ഈ ഒരു എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിയെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാബേജ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോൾ ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ആയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു മസാലേൻ്റെ ഒക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. മസാലയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഗ്രേവി ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം കുറച്ച് മാത്രം മതി, ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റവയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ചെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. മുട്ട വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടമാവും കേട്ടോ മുട്ട ചേർത്ത് കൊടുത്താൽ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു മുട്ട കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചിക്കി എടുക്കുകയാണ്. ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കിട്ടുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിൽ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട നന്നായിട്ട് തന്നെ ഫുൾ വേവ് ആവുന്നത് മുന്നേ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവന്റെ ബോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട നന്നായിട്ട് കുക്കായി പോയാൽ പിന്നെ നമ്മളെ റവയിലേക്ക് ഈ ഒരു മസാല പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അത് നന്നായിട്ട് തന്നെ അബ്സോർബ് ആവൂല കേട്ടോ. അതുകൊണ്ട് മുട്ട ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം അപ്പൊ തന്നെ നമ്മൾ ഈ ഒരു ബോൾസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു മുട്ടയൊക്കെ നല്ലോണം നമ്മുടെ ഈ ഒരു റവന്റെ ബോൾസിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ. എന്നിട്ട് ഈ ഒരു ബോൾസ് എല്ലാം തന്നെ ഉടയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. നമ്മളിത് ഓൾറെഡി വേവിച്ചെടുത്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ട് തന്നെ ഉണ്ടാവും, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഇതേപോലെ ഉടയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനി ഫൈനലി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ബോൾസ് റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ട് കട്ടച്ചാറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം കേട്ടോ. ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റിയാണ്. റവ ഉപ്മാവ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ ഉപ്മാവ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കറി നിർബന്ധമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.